ഇന്നലെ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? നിങ്ങൾ അതിന്റെ ഇത് കിട്ടോ? ഓക്കെ, കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും അല്ലേ? ഇപ്പൊ രണ്ട് കാര്യങ്ങള് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? ഇത് രണ്ടുമാണ് എന്ത് ആരാധനകളുടെ പ്രധാനപ്പെട്ട സംഗതി. അതില്ലെങ്കിൽ നമുക്ക് എന്താവും? നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായില്ലേ? 3 സ്റ്റെപ്പുകൾ പറഞ്ഞു, ഓർമ്മണ്ടല്ലോ? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ് കിട്ടേണ്ടത് നമുക്കിപ്പോ മനസ്സിലായല്ലോ അല്ലെ? എന്താണ് കിട്ടേണ്ടത്? ഇന്ന് നമ്മള് ഹറമിന്റെ ചുറ്റുഭാഗവും സഞ്ചരിച്ചല്ലോ. ഏകദേശം റസൂലിന്റെ ചരിത്രം, ഇസ്ലാമിന്റെ ചരിത്രമാണ് ഇതിന്റെ ചുറ്റുഭാഗം നമ്മൾ കണ്ടത്. അത് ലൈവായി ഇങ്ങനെ കാണുന്നത് ആദ്യം മുതൽ അവസാനം വരെയുള്ള അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതും പോയതും ഒക്കെ ആയിട്ടുള്ള ഓരോ രംഗങ്ങളും. ഏറ്റവും അവസാനം അതാണ് നമ്മളിവിടെ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാകും. നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? ഈ ഭൂമിയിൽ ഇത്ര മനോഹരമായ സ്ഥലം പറയും. അതാണ് അഫ്ളലു ബുഖഅത്തിൻ ഫിൽ അർദ്. അഫ്ളലു ബുഖഅത്തിൻ ഫിൽ അർദ്. ഭൂമിയിൽ ഏറ്റവും നല്ല സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. മനസ്സിലായില്ലേ? അതിലേക്ക് ആളുകൾ ഇങ്ങനെ വരികയാണ് അല്ലേ? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്. അല്ലാത്തൊരു പ്രാർത്ഥന ഇബ്രാഹിം അലൈഹി ഇസ്ലാം നടത്തുന്നുണ്ടല്ലോ. ജനങ്ങളുടെ ഹൃദയം ഇങ്ങോട്ട് ചാഞ്ഞു വരാൻ വേണ്ടി അല്ലേ? ഒരു വല്ലാത്ത പദമാണ് അവിടെ. തഹ്വി ഇലൈഹി അഫ്ഇദത്തും മിനന്നാസ് എന്ന് പറയുന്നത്. അഫ്ഇദത്തും മിനന്നാസ് ഒരു വല്ലാത്ത പദമാണ്. എല്ലാ ജനങ്ങളുടെയും ഹൃദയം അല്ല പറഞ്ഞു. അഫ്ഇദത്തുന്നാസ് എന്ന് പറയാതെ അഫ്ഇദത്തും മിനന്നാസ് എന്ന് പറയും. അതിനെ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന എല്ലാ ജനങ്ങളുടെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും വരും. കാരണം ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ് എല്ലാ മതക്കാരും അവകാശപ്പെടുന്നത് അല്ലെ? ജൂതനും ക്രിസ്ത്യാനിയും ഒക്കെ അവകാശപ്പെടുന്നത് അതാണ്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു. മിനന്നാസ്. എന്നിട്ട് അള്ളാഹു ഈ സ്ഥലത്തെ ബർക്കത്താക്കിയ രീതിയും രൂപവും ഒക്കെ ഒരുപാട് മനോഹരമായി ഖുർആൻ പറഞ്ഞിരുന്നു. അതൊക്കെ വല്ലാത്ത പദങ്ങളാണ്. ഉപയോഗിച്ച പദങ്ങൾ തന്നെ അത്ര മനോഹരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ദിവസം ഇവിടുന്ന് പോയ ദിവസം. ആ പോക്ക് ഇങ്ങനെ നബിയുടെ ജീവിതത്തിലുണ്ടല്ലോ. നബി ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. മക്കയുടെ ബോർഡർ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ടാ നബി മക്കയോട് സംസാരിക്കണം. പ്രിയപ്പെട്ട മക്ക, എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ ഒരാഗ്രഹവുമില്ല, താല്പര്യമില്ല. നിന്റെ നാട്ടുകാരെന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ ശബ്ദം ഒന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടുന്ന് പോകുമ്പോ എന്താണ് ഭയങ്കരമായി ദുഃഖിച്ചിട്ടുണ്ട്. കാരണം അത് എത്രയും അതോടെയാണ് അത്ര ആ ഒരു അവിടെയാണ് നമ്മളുള്ളത് നമുക്ക് ഓർക്കണം. പിന്നെ നബി കൊണ്ട് വന്നത് നിങ്ങൾ ഓർമ്മല്ലേ? ഒരു ഉംറ ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ ഉംറ ചെയ്യാൻ സാധിക്കാതെ നിങ്ങൾ ആലോചിച്ചു അങ്ങനത്തെ സങ്കടം. നമ്മളെവിടെയുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മളോട് ആരും തിരിച്ചു പോകാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അന്ന് നബിയും സഹബത്തും ഉറങ്ങിയിട്ടില്ല ആ രാത്രിയിൽ. എന്നിട്ട് അള്ളാഹു നബിയെ ഉറക്കിയ ഒരു രംഗം ഖുർആനിൽ പറയുന്നുണ്ട്. അന്ന് രാത്രി പോകുമ്പോ ഭയങ്കര ബേജാറ്. നബി ഭയങ്കര ടെൻഷനിലായിരുന്നു. നബിയുടെ ടെൻഷൻ തീർത്തത് ആരായിരുന്നു? ടെൻഷൻ തീർക്കാൻ വേണ്ടി സമാധാനമുള്ള ഒരു വാക്ക് പറഞ്ഞു. അത് നബിയുടെ സഹധർമ്മിണിയായിരുന്നു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. കാരണം അവര് ഇവിടെ വെച്ച് അറക്കാൻ വേണ്ടി കുറെ മൃഗങ്ങളെയായിട്ടാണ് വന്നത്. ഇവിടെ വെച്ച് അറുത്ത് ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി അവര് സജസ്റ്റ് ചെയ്തു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉറക്കെ പറഞ്ഞിട്ടും സഹാബത്ത് തിരിച്ചു നടക്കാൻ റെഡിയായില്ല. കാരണം അവരുടെ അതാണ്
തഹ്വീ ഇലൈഹി എന്ന് പറഞ്ഞാൽ അതാണ് ഹവ. മസാബത്തൻ ലിന്നാസ് നമ്മൾ വിശദീകരിച്ചല്ലോ. മസാബത്ത് പോയാൽ വീണ്ടും വരണം വീണ്ടും വരണം വീണ്ടും വരണം എന്നുള്ള തോന്നലാണ് എന്ത് മസാബത്ത്. മനസ്സിലായില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ മുസല്ലമ പറയാം, നബിയെ നിങ്ങളുടെ കയ്യിലുള്ള മൃഗത്തെ നിങ്ങൾ അറക്ക്, എന്നിട്ട് മുടി കളയും, അപ്പൊ എല്ലാരും അത് ചെയ്തോളും. അങ്ങനെയാണ് അത് പരിഹരിക്കണേ. പക്ഷെ എന്നിട്ടും നബിക്ക് ഉറക്കം വന്നില്ല. അന്ന് നബി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. തിരിച്ചു പോകുന്ന വഴിയിൽ വിശ്രമിക്കുമ്പോൾ ആ സ്വപ്നം ഖുർആൻ പറയുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു സ്വപ്നമാണ്. നബിക്ക് കാണിക്കുകയാണ്, ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. നബിയെ ബേജാറാകണ്ട, നിങ്ങൾ വളരെ അമ്നോടുകൂടി, ആ പദം ശ്രദ്ധിക്കണേ, അമ്നോടുകൂടി നിങ്ങൾ മസ്ജിദുൽ ഹറമിലേക്ക് വരും. മനസ്സിലായില്ലേ? ഇന്നലെ മഗ്‌രിബ് നിസ്കാരം എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? ഇനി എല്ലാവരും നിസ്കാരം ശ്രദ്ധിക്കണം. നിസ്കാരത്തില് ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഖാരിയ ഓതി അല്ലെ? രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ഖുറൈശ്. നിങ്ങൾക്ക് എന്തേലും ഫീൽ ചെയ്തോ? വല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ആ ഹാദ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിറച്ചുപോയി. ഇതിന്റെ മുമ്പിൽ നിന്നിട്ടാ പറയുന്നത്, വല്യഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും. അമ്ന് ഒരു വിഷയം, നിർഭയത്വം. ഈ രാജ്യത്ത്, ഈ പ്രദേശത്ത് നമുക്കുള്ള ഏറ്റവും വലിയ സംഗതി അതാണ്. ഇവിടെ നോക്കിയ ആളുകൾ എത്ര ഭയങ്കരമായ സെക്യൂരിറ്റിയിലല്ലേ നടക്കണേ. നമ്മളിങ്ങോട്ട് വരുമ്പം എത്ര ചെക്കിങ് കഴിഞ്ഞാ വരുന്നത്? അതിവിടുത്തെ അമ്നാണ്. ഒമൻ ദഖലഹു കാന ആമിന പറഞ്ഞു. ഇവിടെ വന്നാൽ തന്നെ എന്തായി? നിർഭയത്വമായി. നമുക്കും തോന്നുന്നില്ല ഒരു അത്തരം ഒരു സെക്യൂരിറ്റി ഫീലിംഗ് നമുക്കും കിട്ടില്ലേ? എന്നോട് ഒരുപാട് ആൾ പറഞ്ഞു നമ്മൾ ഭയങ്കര ടെൻഷനിലുള്ള ജോലിയൊക്കെ ചെയ്യുന്നവര്, പക്ഷെ ഇവിടെ എത്തിയപ്പം ഭയങ്കര കൂളായി. അതാ അമ്നം. ആ അമ്നാണ്. അല്ലാതെ നമ്മളെ വക ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലോ. നമ്മൾ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്. വ്യത്യാസം ഞാൻ പറഞ്ഞു. നമ്മളിവിടെ ഉള്ള ഈ സ്ഥലത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഹജ്ജിന് അല്ലാഹു നമ്മളെ കൊണ്ടുവന്നതിൽ ഇതൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞു, തൗഹീദ് പറഞ്ഞു. 2 മുതാബഅത്തുർ റസൂൽ പറഞ്ഞു. 3 തഖ്വ പറഞ്ഞു. ഓരോന്നും നമ്മൾ വിശദീകരിച്ചല്ലോ. 4 എന്ത്? 4 ദിക്റാണ്. ഹജ്ജിന്റെ പ്രത്യേകത അതാ. ഇവിടെ നമ്മൾ കേൾക്കണോ കാണണോ ഒക്കെ അതാ. എല്ലാ സ്ഥലത്തും ദിക്റാണ്. ഹജ്ജിനെ പറ്റി പറയുന്ന മുഴുവൻ ആയത്തുകളിലും അതാണുള്ളത്. ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹ്. നമ്മൾ അതേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കണം തിരിച്ചു പോകേണ്ടത്. ഹജ്ജ് പോയി തിരിച്ചു പോകുമ്പോൾ നമ്മൾ നല്ല മുവഹിദായി തിരിച്ചു പോകണമെന്ന് പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് എന്ത് പാടില്ല? ഷിർക്കിന്റെ ഒരു അംശവും പാടില്ല. ഹജ്ജ് തിരിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ സുന്നിയായി തിരിച്ചു പോകണം എന്ന് പറഞ്ഞല്ലോ. സുന്നിയായി തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ എന്താ? ഇനി അങ്ങോട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ഫോളോ ചെയ്തേ പോകൂ. അത് ഞാൻ ഉറപ്പിച്ചു. അതാണ് ഹജ്ജ്. അപ്പോഴാണ് ഹജ്ജ് സ്വീകരിക്കുക. 3 നമ്മൾ പറഞ്ഞു, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് നമ്മൾ തഖ്വയോടുകൂടിയായിരിക്കും. കാരണം ഹജ്ജ് മുഴുവൻ, ഹജ്ജിന്റെ ആയത്തുകൾ മുഴുവൻ അവസാനിക്കുന്നത് തഖ്വ പറഞ്ഞിട്ട്. വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ അല്ലേ? സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്ന ആയത്തന്നെ അതെങ്ങനെ തുടങ്ങണേ? യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും. സുബ്ഹാനല്ലാഹ്. 4 ദിക്ർ ഫുള്ള്. എന്തിനാണ് ഹജ്ജ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അതാണ്. അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹുവിനെ നമുക്ക് മറക്കാൻ കഴിയുമോ? മറക്കാൻ പാടില്ല. ലിയദ്കുറുസ്മല്ലാഹ് എന്ന് പറഞ്ഞത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മള് അറഫയിൽ നിന്നിട്ട് തിരിച്ചു പോയി. അറഫയിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്ർ ഉണ്ടല്ലോ, അതേതാ? അതെ, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയുള്ള ദിക്റല്ലേ? അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ നമ്മളോട് എന്താ പറഞ്ഞത്? ഭയങ്കര രസ. അല്ല, അതിനു മുമ്പ് അവിടെ ദിക്റ ഫുള്ള് ദിക്ർ. ദിക്റാണ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചെല്ലല് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ അള്ളാഹു ഉണ്ടാകും. മനസ്സിലായില്ലേ? നമുക്ക് അതോടുകൂടി നമ്മുടെ എല്ലാ ബേജാറുകളും പ്രശ്നങ്ങളും ഒക്കെ തീരും. അതുണ്ടായ മനസ്സിലായി. ഇനി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും പറഞ്ഞത് അതാ. فإذا قضيتم مناسككم فاذكروا الله كذكركم
ആബാഅക്കും ഔ അശദ്ദ ദിക്റ. അത്ര രസമുള്ള ഒരു പദമാണ് അള്ളാഹു ഉപയോഗിച്ചത്. ഫൈദാ ഖദൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും. നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താ ദിക്ർ? ഇപ്പൊ നോക്കുമ്പോ നിങ്ങളെ മാതാപിതാക്കളെ ശരിക്കും ഓർമ്മ വരുന്നില്ലേ? അല്ലേ? കയ്യണ് പൊന്തി കുമ്പത്തിന് വരുന്നില്ലേ? ഞാൻ ഉമ്മാക്ക് ചെയ്യണോ അല്ല ഉപ്പാക്ക് ചെയ്യണോ എന്നാ പലരും ചോദിക്കണേ. അങ്ങനെ ഓർമ്മ വരില്ലേ? അങ്ങനെ അള്ളണ്ടാണ്. പോരാ, ഒന്നും കൂടി പറഞ്ഞു, ഔ അശദ്ദ ദിക്ർ, അതിനേക്കാൾ ശക്തിയിൽ ഓർക്കണം. സുബ്ഹാനല്ലാഹ്. അതാണ്. നോക്കൂ, ചുരുക്കത്തിൽ നമ്മൾ അവസാനിപ്പിക്കണം, നമ്മുടെ സമയം. ചുരുക്കത്തിൽ ഹജ്ജിന്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കരുത് ആരും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യാത്ര ചെയ്ത് പരിചയമുള്ളവർ, ഞങ്ങളൊക്കെ ചെക്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാകും അല്ലേ? മിനയിലേക്ക് കൊണ്ടുപോകാൻ, അറഫയിലേക്ക് കൊണ്ടുപോകാൻ അല്ലേ? ചെക്ക് ലിസ്റ്റ് ഒന്ന് മാറ്റിയിടണം. മിനയിൽ നിന്ന് കൊണ്ടുവരാൻ, മുസ്ദലിഫയിൽ നിന്ന് കൊണ്ടുവരാൻ, അറഫയിൽ നിന്ന് കൊണ്ടുവരാൻ ഈ സാധനം നമ്മുടെ കയ്യിൽ വേണം. ചെക്ക് ലിസ്റ്റ് മാറ്റി എഴുതാം. മറ്റേതെങ്കിലും ഉണ്ടായിക്കോ, അത് തീർത്തും ഭൗതികമാണ്. അതിലെന്തെങ്കിലും ഒന്നില്ലെങ്കിൽ പോലും ഒരു പ്രയാസം ഉണ്ടാവില്ല. ആരും ബേജാറാണ്ട. നിങ്ങൾ ഉണ്ടാക്കിയ ചെക്ക് ലിസ്റ്റില് എന്തെങ്കിലും ഒന്നില്ലാന്ന് വെക്കുക, ഒരു ചുക്ക് സംഭവിക്കൂല. നിങ്ങൾ പട്ടിണി കിടക്കൂല, നിങ്ങൾ ദാഹിച്ച് മരിക്കൂല, ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ തിരിച്ചു വരുമ്പോഴുള്ള ചെക്ക് ലിസ്റ്റ് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ ഹജ്ജ് എന്താവില്ല? ഹജ്ജുൻ മബ്റൂർ ആവില്ല. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു? ഒന്നാമത്തെ പദം മബ്റൂർ. എന്താ പറയാ മബ്റൂർ എന്ന് പറഞ്ഞാൽ? ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു. മബ്റൂർ എന്ന് പറഞ്ഞാൽ അതെ, നമ്മൾ പോയ അവസ്ഥയിലല്ലാതെ തിരിച്ചു വരണം. അതാണ് മബ്റൂർ. പോയ ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് മാറ്റി എഴുതിയിട്ട് ഈ പറഞ്ഞ 5-6 കാര്യങ്ങൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാകും. ക്ലിയർ അല്ലേ? നമുക്ക് മാറ്റിക്കൂടെ ചെക്ക് ലിസ്റ്റ്? ഒന്ന് ചെക്ക് ലിസ്റ്റ് മാറ്റണം അർജന്റ്. ഏറ്റവും അവസാനത്തേത് പറഞ്ഞ നമുക്ക് അവസാനിപ്പിക്കുക. ഒന്ന് പറയണേ. ഏറ്റവും അവസാനത്തെ എന്താ? അതെന്താ വെച്ചാല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ആഗ്രഹിക്കുന്നത് എന്താണോ അതാണ്. അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഈ കർമ്മം തുടങ്ങിയത്. എന്താ എനിക്ക് പറയാൻ പേടിയുണ്ട്, പക്ഷെ പറയാതിരുന്നാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. എന്താ വെച്ചാൽ ദുനിയാവുമായി ഭയങ്കരമായി കെട്ടിപ്പണിഞ്ഞെടുക്കുകയാണ് നമ്മുടെ ജീവിതം അല്ലേ? ഞാൻ അടക്കാട്ടെ, ഞാൻ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ലേ, എല്ലാവരും കെട്ടിപ്പണിഞ്ഞെടുക്കുക അല്ലേ? എന്താ ആദ്യം നമ്മളോട് പറഞ്ഞു? ഡ്രസ്സാണ് മാറ്റാനാ. ഇതൊക്കെ പല ഡ്രസ്സും ഉണ്ടാവും. നിങ്ങളുടെ ക്രെഡിറ്റും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ തറവാടും നിങ്ങളുടെ പണവും ഒക്കെ സ്ഫുരിപ്പിക്കുന്ന പല ഡ്രസ്സ് ഉണ്ടാവും. ഒക്കെ മാറ്റാൻ പറഞ്ഞല്ലേ? അല്ലേ? പറഞ്ഞോല്ലേ? എന്നിട്ട് മാറ്റി കുളിച്ച് ശുദ്ധിയായി അത്തർ വരട്ടി നിങ്ങളോട് ഒരു ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞോ? അതേതാ ഡ്രസ്സ്? അതാണ് നമ്മൾ കല്ലെറിഞ്ഞിട്ട് നമ്മള് മിനയിൽ നിന്ന് മക്കത്തേക്കൊരു വരവുണ്ട്. ആ വരവില് നമ്മള് അത് നേടിയിരിക്കണം. എന്താ? അള്ളാഹുവിലേക്ക് പോകാൻ ഞാൻ റെഡി. എന്റെ ഡ്രസ് അതാ പറയുന്നത്. എന്റെ ഈ 2 ദിവസത്തെ ജീവിതം അതാ പറഞ്ഞു. ദുൽഹജ്ജ് 8, 9, 10 3 ദിവസത്തെ ജീവിതം അതാ പറഞ്ഞു. ഞാൻ റെഡി. എന്നോട് പറഞ്ഞു ആ മണ്ണിൽ കിടക്കാൻ. ഞാൻ കിടന്നു. എന്നോട് പറഞ്ഞു നിന്റെ എല്ലാ ഡ്രസ്സും മാറ്റിവെച്ച് ഇതേ ധരിക്കാവൂ. ധരിച്ചു. ചെരുപ്പും കൂടി ഇടാൻ പാടില്ല. ചെരുപ്പിന്റെ സിഫത്ത് ഗുണം പറഞ്ഞല്ലോ, മുകളിലൊന്നും കവർ ചെയ്യാതെ. അങ്ങനെ എന്നോട് പറഞ്ഞു ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നീ അറഫയിൽ ഉണ്ടാകണം പറഞ്ഞല്ലേ? ലഹ്ർ മുതൽ ദുൽഹജ്ജ് 9 ലഹ്ർ മുതൽ മഗ്രിബ് ഒക്കെ പറഞ്ഞു. ഒക്കെ നമ്മൾ ചെയ്തു അല്ലെ? അവസാനം മുസ്ദലിഫയിൽ നമ്മള് മഷാറുൽ ഹറാമില് നമ്മള് സുബഹി നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ അള്ളാഹിനോട് പറയാ
എന്താ അള്ളാന്റെ സന്തോഷം എന്ന് പറയും. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം അള്ളാഹ്. അള്ളാഹു ആ സന്തോഷം മലക്കുകളുമായി പങ്കുവച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നബിയുടെ ഹജ്ജിൽ ലൈവായി പറഞ്ഞു കൊടുക്കാം. ഭയങ്കര രസമാണ് അത് പറഞ്ഞ രംഗം. അറഫന്റെ ദിവസം വൈകുന്നേരം ഹദീസിൽ പറയുന്നുണ്ട്, അശയ്യത്തു അറഫ, നബിക്ക് സന്തോഷം ഇങ്ങനെ കണ്ടിട്ട് തളം കെട്ടിയിട്ട് പുറത്തേക്ക് വരിക. കാരണം ജിബ്രീൽ ആ സമയത്ത് വന്നിട്ട് റസൂലിനോട് പറയാം, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായി, അള്ളാഹ്ക്കൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. കേട്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷം. എന്നിട്ട് പറയാം, അള്ളാഹു ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു നിന്ന് എല്ലാവർക്കും അള്ളാഹു എന്താ പുറത്തു കൊടുക്കാറ്? നമ്മളോട് ആരെങ്കിലും വലിയ പ്രയാസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കേക്കാരം അല്ലേ, പുറത്തു കൊടുക്കുക. ആ സമയത്ത് നമ്മളെ മനസ്സൊന്ന് അഴിഞ്ഞ് നമ്മൾ കേട്ട് ശരിയായാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ, അങ്ങനെ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആ ഒരു ആഗ്രഹം, അള്ളാഹു എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന, അതാണ് ശരിക്കും. നോക്കൂ, നമ്മള് ദുൽഹജ്ജ് 10 കല്ലെറിഞ്ഞ് തവാഫ് ചെയ്ത് മുടിയൊക്കെ ആകെ ഭയങ്കര അത്ഭുതമാണ് സംഗതി. എന്തും അവസാനം പറഞ്ഞത് മുടി കളയാനാണ്. മുടിയാണ് കളയാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഭയങ്കര, ദുൽഹജ്ജ് 11 ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. 10 നബി പോകുമ്പോ പറഞ്ഞു മുടി കളയാം. പക്ഷെ 2-3 ആള് മുടി കളയാത്തതുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ആളുകൾ അങ്ങനെ ഉണ്ടാവും, പലരും ഹജ്ജിന് വന്നിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നബിക്ക് ഭയങ്കര രസം, അത് നബി ഭയങ്കര രസമായിട്ടാ പറയാം. മനസ്സിലായില്ലേ? നബി അവരുടെ ഹൃദയത്തിലേക്ക് നബി ഇറങ്ങലാണ് പതിവ്. നബിന്റെ നാവ് കൊണ്ട് കുറച്ചേ സംസാരിക്കുള്ളൂ. നബിയുടെ ഉപദേശത്തിന്റെ പ്രത്യേകത കാന യതഖവ്വലു ബിൽ മൗഇള, കുറച്ച് പറയും, അത് ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞു. കാരണം അതാണ് എഫക്റ്റീവ്. നബി ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടാ പറയണത്, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, നബിയെ പ്രാർത്ഥിക്കണേ, അല്ലാഹുവേ മുടി കളഞ്ഞവർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ. 3 പ്രാവശ്യം. ഇത് 3 പ്രാവശ്യവും പ്രാർത്ഥിക്കുമ്പോ പിന്നിൽ നിന്ന് ഒരാൾ ഭയങ്കര ബഹളമൊക്കെ ഉണ്ട്. അയാൾ പറഞ്ഞ ഒരു വാക്കാണ്, വൽ മുഖസ്സിരീന യാ റസൂലല്ലാഹ്. റസൂലുള്ള കേട്ടതേ ഇല്ല 3 പ്രാവശ്യം. 3-ാമത്തെ പ്രാവശ്യം ഇയാൾ പറഞ്ഞു. എന്നുവെച്ചാൽ എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുമ്മ അർഹമിൽ മുഖസ്സിരീൻ. മുഖസ്സിരീൻ എന്ന് പറഞ്ഞാൽ മുടി വെട്ടിയവർക്കും റഹ്മത്ത് കൊടുക്കണേ എന്ന് നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാ. അവസാനം റസൂല് ഒച്ചയ്ക്ക് താത്തി പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നത് വൽ മുഖസ്സിരീന എന്ന് പറഞ്ഞു. വേറൊന്നും പറഞ്ഞു. വൽ മുഖസ്സിരീൻ. നമുക്ക് എന്താ അള്ളാഹ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാം നമ്മൾ അള്ളാഹ് പരിശോധിക്കുകയാണ്, ഇവൻ ശരിയായിട്ടുണ്ടോ? ഇവന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് വരേണ്ട ആളുടെ പ്രത്യേകത എന്താ? സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു പാലുണ്ട്. സിറാത്ത് പാലല്ല, വേറൊരു പാലം. മനസ്സിലായില്ലേ? ആ പാലത്തിനൊരു സവിശേഷത എന്താ അറിയോ? അത് ഭയങ്കര, ഖുർആനത് പറയുന്നത്. ആ പാലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദേഷ്യം, പക, വിദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ ആ പാലം ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ടാണ് വിടുള്ളൂ. സ്വർഗത്തിൽ ഖൽബുൻ സലീമേ ഉള്ളൂ, ഖൽബുൻ സലീം. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മളൊരു പ്രാർത്ഥന തുടങ്ങണം. അതെന്താ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ സലീം. അല്ലെ സ്വർഗത്തിൽ പോലെ ഖൽബുൻ സലീം. ഖുർആൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ കന്തറ എന്ന അതിന്റെ പേര്, ആ പാലത്തിന് സിറാത്തല്ല. അവിടുന്ന് അള്ളാഹ് പറയാണ്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. അവരുടെ ഹൃദയത്തിനകത്തുള്ള ചെറിയ ഒരു കുടിപ്പക ഉണ്ടല്ലോ, അതുപോലും നമ്മൾ ഊരിയെടുക്കും. എന്നിട്ട് ഞങ്ങളുടെ ഇവിടെ ഉള്ളൂ പ്രിപ്പറേഷൻ ഭയങ്കര. നോക്കൂ, നമ്മളത് ശരിക്കും നമുക്ക് അനുഭവപ്പെടും. തിരിച്ച് നമ്മളെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തലങ്ങനെ മുട്ടയടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. സ്ത്രീകളാണെങ്കിൽ മുടി വെട്ടാൻ തുടങ്ങുന്ന ഒരു രംഗമുണ്ട്.
അപ്പൊ ശരിക്കും നമുക്ക് അനുഭവപ്പെടും, ഒരു സംശയമില്ല. ഭയങ്കരമാണ്. സഹാബത്തിന്റെ ചരിത്രം ഭയങ്കര രസമായിരുന്നു. മുടി ഇങ്ങനെ വീണതിനനുസരിച്ച് കണ്ണീര് ഇങ്ങനെ താഴെ പോയി. ഭയങ്കര കാരണം എന്റെ അവസാന മൊമെന്റാണ്. സഹാബത്ത് ശരിക്കും എന്താ ഞങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ ഇത് അനുഭവിച്ച് ചെയ്യണം ഇബാദത്ത് എന്ന് പറഞ്ഞു, അനുഭവിച്ച് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്കറിയോ സഹാബികളുടെ ചരിത്രത്തിൽ തെൽബിയത്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് അവർ ബോധം കെട്ട് വീഴുമായിരുന്നു. എന്ത് തെൽബിയത്തിൽ ബോധം കെടാറില്ല? എന്തുണ്ടോ? നമ്മളിതുവരെ തെൽബിയത്തിൽ ചെല്ലിട്ട് നമുക്ക് ബോധം കെട്ടണം ഇല്ലല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ല. ബോധം ഉണരുമ്പോ ഇവരോട് ചോദിക്കണം എന്തേ പറ്റി, എന്താ പറഞ്ഞാലോ ഞങ്ങൾക്ക് പേടിയായി. എന്താ ചോദിച്ചേ? തെൽബിയത്തിൽ എന്താ ചൊല്ലി? ലബ്ബൈക അല്ലാഹുമ്മ അല്ലേ? എന്താ? അല്ലാഹുവേ ഞങ്ങളിതാ വരുന്ന, ഞങ്ങളെ സ്വീകരിക്കണേ എന്നാണല്ലോ അല്ലേ? പേടിയായി. എന്താ പേടിയെന്നോ? ഞങ്ങളോട് തിരിച്ചു പറയുമോ എന്ത്? ലാ ലബ്ബൈക വലാ സഅദൈക, ലാ ലബ്ബൈക വലാ സഅദൈക എന്ന് വെച്ചാൽ എന്താ? നോ, നിന്നെ നമ്മൾ സ്വീകരിക്കൂല, നിന്റെ ഈ ശബ്ദം നമ്മൾ കേൾക്കൂല എന്ന് പറയാം. ലാ ലബ്ബൈക വലാ സഅദൈക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, തൽബിയത്ത് തുടങ്ങുമ്പോഴൊക്കെ ഹജ്ജ് സ്വീകരിച്ചോല്ലേ. നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് വണ്ടിയിലേക്ക് കയറി തൽബിയത്ത് ചെല്ലുന്നതോടുകൂടി അറിയാം, നമ്മൾ കേൾക്കും. മലക്കുകൾ ഉറക്കെ വിളിച്ചു പറയും ലബ്ബൈക വസഅദൈക ഒരു വിഭാഗത്തോട്. വേറൊരു വിഭാഗത്തോട് പറയും ലാ ലബ്ബൈക വലാ. വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ? രണ്ടും ഇതാണ്. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ ഹജ്ജ്. ഇന്നത്തെ കാര്യത്തും നിങ്ങളുടെ സമയവും നിങ്ങളുടെ ശാരീരികാധ്വാനവും ഒക്കെ ഉപയോഗിച്ചാണ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതൊട്ടും നമുക്ക് പോകരുത്. ഒരു നയാ പൈസ നമ്മുടെ ഇത് എന്താകരുത്, നഷ്ടപ്പെടും. ഇഖ്ലാസ് ഇല്ലെങ്കിൽ എന്താവും? വേറൊന്നും വരണ്ട. മനസ്സിലായില്ലേ? ഒന്ന്. രണ്ടാമത്തേത്, എങ്ങനെയാണോ നബി ചെയ്തത് അങ്ങനെ ആകാൻ ശ്രമിക്കുക. അതാണ് മുവാഫഖത്തു സുന്ന. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ട്. അതാണ് നമ്മൾ മാക്സിമം ഇൻഷാ അല്ലാഹ് അങ്ങനെ ശ്രമിക്കാം. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടായാൽ എന്തായി? അപ്പൊ എന്തിനാ ഒന്നാമത്തെ പാദ്യം? അല്ലാഹു മർസുഖന ഹജ്ജൻ മബ്റൂറൻ വമഖബൂലൻ വമൈസൂർ. ഇനി മൈസൂറാണ് വിഷയം. മൈസൂർ എന്താന്ന് ഇന്നലെ നമ്മൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അത് ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു സ്റ്റേജാണ്. എന്ത് മൈസൂർ? നമ്മൾ ത്രില്ല് പറഞ്ഞല്ലോ. അപ്പൊ ഇനി പറയേണ്ട, നിങ്ങൾക്ക് മനസ്സിലായല്ലോ മൈസൂർ എന്താന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ വല്യപ്പമാര് ഹജ്ജിന് വന്ന കഥ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ വാപ്പ ഹജ്ജിന് വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മണ്ണെണ്ണ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ കൊണ്ടുവന്നു. മണ്ണെണ്ണ സ്റ്റവ് ആയിട്ടാ വന്നത്. ആ കാലത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു. മനസ്സിലായില്ലേ? അവർക്കാർക്കും ഹജ്ജ് എന്തായി തോന്നിയില്ല, പ്രയാസമായി തോന്നി. എന്നിട്ട് ആ മണ്ണെണ്ണ കത്തിച്ച വിളക്കുമായിട്ടാണ് ഇവിടെ നടത്തിയിരുന്നത്. ആ മണ്ണെണ്ണ കൊണ്ടാണ് സ്റ്റൗവിൽ എന്ത് ചെയ്തിരുന്നത്? ഭക്ഷണം പാചകം ചെയ്തത്. അവർ കാലങ്ങൾ ആലോചിച്ച് നോക്കും. ഈ മാതിരി നമ്മൾ കണ്ട വഴികളും ടണലുകളും ഒക്കെ മനസ്സിലായില്ലേ? ടണലും ഇല്ല, വഴിയില്ല, ഒന്നുമില്ല, ഒരു സെക്യൂരിറ്റി ഇല്ല. മൈസൂർ എന്താ? മൈസൂർ ഒരു മാനസികാവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മൾ എത്തും ഇൻഷാല്ലാഹ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ മുസ്ദലിഫയിലെ കല്ല്, ആ പുറത്ത് കുത്തുന്ന കല്ല് ശരിക്കും ഓർമ്മയാണ്. അത് കുത്തു ഉറപ്പാണ്. നിങ്ങളൊക്കെ വലിയ സൗകര്യങ്ങളിൽ നിന്ന് വന്നവരാ. മനസ്സിലായില്ലേ? ഒരു സംശയമില്ല. വലിയ സൗകര്യങ്ങളിൽ നിന്ന് വന്നവരെയാണ് അള്ളാഹ്ക്ക് ആവശ്യം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കോ അള്ളാഹ്ക്ക് വേണ്ടി എന്നുള്ള ഒരൊറ്റ ചോദ്യമാണ്. അത് യെസ്, ഞങ്ങളിതാ റെഡി, അതിന് ഞങ്ങൾ സാക്ഷിയാണ്, ഞങ്ങൾ ചെയ്തു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അപ്പൊ അള്ളാഹു താല ഇത് എന്താക്കി തരും? എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ചു, ഇവനു യസ്സിറുക ലിൽ യുസ്ര എന്ന് ആരോടാ പറഞ്ഞേ? റസൂലിനോടല്ലേ? സൂറത്തുൽ ഇൻഷിറാഹ് വായിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? റസൂലിനോട് ഇങ്ങനെ പറയാം, അലം നശ്റഹ് ലക സദ്റക, എന്നിട്ട് അവസാനം പറയാം ഫഇന്ന മഅൽ ഉസ്രി ഇന്ന മഅൽ. റസൂൽ അനുഭവിച്ച യുസ്ര എന്താ ജീവിതത്തിൽ? നിങ്ങളൊന്ന് പറയും നമ്മുടെ ഭാഷയിൽ.
എന്ന് പറയും. റസൂൽ അനുഭവിച്ച യുസ്ര എന്താ? വഫാത്താകുന്ന സമയത്ത് ഒരു സേർ ഗോതമ്പിന് സ്വന്തം പടയങ്കി തൊട്ടടുത്ത അയൽവാസിയായ ജൂതന് പടയം വെച്ച റസൂലാണ്. റസൂലിനോടാണ് എന്ത് അല്ലാഹ് പറയുന്നത്? വനുയസ്സിറുകലിൽ. അപ്പൊ എന്തായിരിക്കും എളുപ്പം? അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ എളുപ്പം എന്തല്ല? ഓക്കെ, ഈ ഭൗതികതയിലുള്ള എളുപ്പമല്ല. മനസ്സിലായി? അപ്പൊ ആ മൈസൂർ എന്താ നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞു. എല്ലാവരും നന്നായി ദുആ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലായില്ലേ? അല്ലാഹു തആല നമുക്കൊക്കെ മബ്റൂറായ മഖ്ബൂലായ മൈസൂറായ ഹജ്ജ് നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.